മോളെ വാ. ഇരിക്ക്. ആ ഇരിക്ക്. ഒന്ന് വായിച്ചൊപ്പിട്. അമലും ഞാൻ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സുഹൃത്തുക്കളുടെ ഫ്ലാറ്റിലും മറ്റും കാണാറുണ്ട്. വിവാഹം കഴിക്കാൻ പോകുന്നവരായതുകൊണ്ട് പരസ്പര സമ്മതത്തോടെയാണ് ഞങ്ങൾ അടുത്തിടപഴകിയിരുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് അന്നേ ദിവസം സുജിത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്നത്. 2-3 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു പോകാനായി തയ്യാറാകാൻ ബാത്റൂമിൽ കയറിയപ്പോൾ കാൽ തെറ്റി വീണ് എനിക്ക് പരിക്ക് പറ്റി. അതിലെൻ്റെ കാമുകനായ അമലിനോ മറ്റുള്ളവർക്കോ യാതൊരു ഉത്തരവാദിത്വവുമില്ല. എനിക്കെന്താ സംഭവിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അന്ന് നടന്ന സംഭവം പറഞ്ഞ് ഞാൻ മടുത്ത്. ആശുപത്രിയിൽ വീട്ടുകാരോട്, നാട്ടുകാരോട്, ചോദിക്കുന്നവരോട്, ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ഈ ഹ്യൂമിലേഷൻ എനിക്ക് താങ്ങാൻ പറ്റില്ല സാർ. ഞാൻ എത്രയൊക്കെ പറഞ്ഞില്ല. എന്താ സാർ എഴുതി വെച്ചിരിക്കുന്നത്? ഇതൊന്നും അല്ല സത്യം. സാർ പറ, ഞാൻ അതിൽ ഒപ്പിടണം. എനിക്ക് പറയാനുള്ള ഞാൻ കോടതിയിൽ പറഞ്ഞോളാം സാർ. ഇതിൽ ഞാൻ ഒപ്പിടില്ല. അവൾക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ല. ഇതിലച്ഛൻ അവളുടെ കൂടെ നിൽക്കണം. അച്ഛൻ എനിക്ക് ഉറപ്പുണ്ട്, അച്ഛൻ നമ്മളിതിൽ തോക്കില്ല, നമ്മൾ തോറ്റു കൊടുക്കില്ല. നമ്മുടെ നാട്ടിൽ ഇതേപോലുള്ള പെൺകുട്ടികൾക്ക് അധികം ഓപ്ഷൻസ് ഇല്ല. ഒന്നുകിൽ മറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ മറക്കുക, ഇതുമല്ലെങ്കിൽ മരിക്കുക, ഇതൊന്നുമല്ലെങ്കിൽ മുഴുവൻ സ്ട്രെങ്ത്തും എടുത്ത് റെസിസ്റ്റ് ചെയ്യും. അവസാനത്തെ ഓപ്ഷനാണ് ഈ എടുത്തത്. ആൻഡ് ഇറ്റ് വാസ് നോട്ട് എൻ ഈസി ജേർണി ഫോർ മീ ആസ് വെൽ. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരും, ഞാൻ സ്നേഹിച്ചവരും, എന്നെ സ്നേഹിച്ചവരും, ഞാൻ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാരില്ലേ, അവരുമായിട്ടായിരുന്നു എൻ്റെ ഫൈറ്റ്. ഒരുപാട് ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷെ ഓരോരോ സ്റ്റെപ്പ് ഞാൻ മുന്നോട്ട് വയ്ക്കുമ്പോഴും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന്. It was a privilege to see Diya standing up and building her own life. ഇതിൽ ദിയ ഒറ്റയ്ക്കല്ല, and she will never be alone. So let me introduce her to you. Ordinary, but the bravest, Diya.
എൻ്റെ ജീവിതം മൊത്തം മാറി മറിഞ്ഞത്. ഇത് സംഭവിച്ചപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച എൻ്റെ മിസ്റ്റേക്ക് ആണെന്നാണ്. പിന്നെ മനസ്സിലായി ഇറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക്. എൻ്റെ ഡ്രസ്സോ എൻ്റെ ചോയ്സസോ ഞാൻ പുറത്തിറങ്ങിയ സമയമോ എൻ്റെ സ്നേഹം ഇതൊന്നുമല്ല. ആ റിയലൈസേഷനാണ് പിന്നെ എനിക്ക് ഫൈറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് മൊത്തം തന്നത്. ഇപ്പം ഞാൻ ഇൻവിസിബിൾ അല്ല. ഐ എം ഫൈറ്റിംഗ് മൈ ബാറ്റിൽ എവറി ഡേ ആൻഡ് എല്ലാ അർത്ഥത്തിലും ഐ എം ലിവിങ് മൈ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. യു നോ വൈ? ബിക്കോസ് ഐ എം നോട്ട് എ വിക്ടിം. ഐ എം എ സർവൈവർ.